നോമ്പ് ധ്യാന ചിന്തകൾ 26-ാം ദിവസം. നാം ഇന്നൊരു നോമ്പിൻ്റെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നോമ്പെന്ന് പറയുമ്പോൾ അത് വർജനത്തിൻ്റെ ദിനങ്ങളാണ്. നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തിനോടാണ് കൂടുതൽ ആസക്തിയോ ഇഷ്ടമോ അനുഭവപ്പെടുന്നത്, അപ്രകാരമുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നാം ദൈവവുമായി കൂടുതൽ അടുക്കേണ്ടുന്ന കുറച്ച് ദിനങ്ങളായിട്ട് നമുക്ക് നോമ്പ് കാലത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതൊരിക്കലും വർജനത്തിൻ്റെ ദിനങ്ങൾ മാത്രമല്ല, പകരം നമ്മളില്ലാത്ത പല ഗുണങ്ങളും കാര്യങ്ങളും നമ്മൾ കൂടുതൽ ആർജിക്കേണ്ടുന്ന കുറച്ച് ദിനങ്ങളായിട്ട് നമുക്ക് നോമ്പിനെ മനസ്സിലാക്കുവാനും കണക്കാക്കുവാനും നമുക്ക് സാധിക്കും. അല്പസമയത്ത് ദൈവദിന ചിന്തയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണല്ലോ ഇത്. സമവീക്ഷണ സുവിശേഷങ്ങൾ അഥവാ സിനോപ്റ്റിക് ഗോസ്പൽസിലൊന്നാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം. ഈ സുവിശേഷത്തിൽ നമുക്ക് പ്രധാനമായി കാണുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവിതവും അവൻ്റെ വിവിധങ്ങളായിട്ടുള്ള അത്ഭുത പ്രവർത്തികളുമാണ്. ഇന്നത്തെ വേദഭാഗമായ 8-ാം അധ്യായത്തിൽ നമുക്ക് യായിറോസ് എന്ന പള്ളിപ്രമാണിയെക്കുറിച്ച് കാണുവാൻ സാധിക്കും. യായിറോസ് എന്ന പള്ളിപ്രമാണി തൻ്റെ മകളുടെ സൗഖ്യം സംബന്ധിച്ച ആവശ്യങ്ങൾക്കായി യേശുക്രിസ്തുവിന് അടുക്കൽ വരുന്നതായിട്ടാണ് നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 50-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. നമ്മളിവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം യായിറോസ് എന്ന വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹം ഒരു പള്ളിപ്രമാണിയാണ്. സമൂഹത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളൊരു വ്യക്തി, ഒരു ഉയർന്ന സ്ഥാനമുള്ള വ്യക്തി. അദ്ദേഹം തൻ്റെ സ്ഥാനമാനങ്ങൾ മറന്നുകൊണ്ട്, തൻ്റെ അധികാരം മറന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെ യായിറോസ് തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതുമായിട്ട് ആണ് നമുക്ക് ഈ വേദഭാഗത്ത് പ്രധാനമായി കാണുവാൻ സാധിക്കുന്നത്. യായിറോസിൻ്റെ വിശ്വാസമാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ഒരു വിശ്വാസമാണ് നാം ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളത്. നമുക്കറിയാം, കുരിമുയിൽ അതിൻ്റെ പാറമേൽ അതിൻ്റെ പാർപ്പിടം സ്ഥാപിക്കുന്ന ദൃഢതയോടുള്ളതായിരിക്കണം നാം ഓരോരുത്തരുടെ വിശ്വാസം. കടുകൻമണിയോളമുള്ള വിശ്വാസം എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. കടുകൻമണി കാഴ്ചയിൽ തീരെ ചെറിയവയാണ്, എങ്കിൽ പോലും അവയുടെ അകം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ഒരു പൊള്ളയുടെ അനുഭവമല്ല, പകരം ഒരു പൂർണ്ണതയുടെ അനുഭവമാണ് നമുക്ക് ഓരോ കടുകൻമണികളിലും കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ വിശ്വാസം അപ്രകാരമുള്ളതായിരിക്കണം. തൻ്റെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും മറന്നുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞൊരു വ്യക്തിയാണല്ലോ യായിറോസ്. അപ്രകാരം യായിറോസിനെ പോലെ പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ മനസ്സിലാക്കുവാനും അവൻ അംഗീകരിക്കുവാനും ഈ നോമ്പ് ദിനങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചേ തീരൂ. തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അവൻ്റെ ഭവനത്തിലേക്ക് യേശുക്രിസ്തു ശിഷ്യന്മാരും യായിറോസും യാത്രയാവുകയാണ്. അവിടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആ ബാല മരിച്ചു പോയെന്ന് അറിയുകൊണ്ട് അവനെ പരിഹസിക്കുന്നതായിട്ട് നമുക്ക് 53-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ കൂടെ സന്തത സഹചാരികളായിട്ട് കൂടെയുള്ളവരാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഈ ഒരു വേളയിൽ അവർ വിശ്വാസത്തെ തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവർ അവനെ പരിഹസിക്കുന്നതായിട്ട് നമുക്ക് 53-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അവിടെയാണ് നമുക്ക് യായിറോസും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യായിറോസിന് യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് കേട്ടറിവുള്ളൊരു വ്യക്തിയാണ്. കൂടിപ്പോയാൽ 1-2 അത്ഭുത പ്രവൃത്തികൾ നേരിട്ട് കണ്ടൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ അത്ഭുത പ്രവൃത്തികളും കൂടെ ആയിട്ടുള്ളവരായിരുന്നെങ്കിൽ പോലും അവർ അവിടെ അവനെ സംശയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവനെ പരിഹസിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. ഉടൻ തന്നെ യേശുക്രിസ്തു ബാലയുടെ കൈക്ക് പിടിച്ചുകൊണ്ട്, ബാലെ എഴുന്നേൽക്ക് എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്ന ശേഷം അവൾ ഉടനെ എഴുന്നേൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്ത് നമുക്ക് പ്രധാനമായി 2 വ്യക്തിത്വങ്ങളെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ സ്ഥാനമാനങ്ങളും അധികാരവും മാറ്റി നിർത്തിക്കൊണ്ട് വരുന്ന പള്ളിപ്രമാണി യായിറോസിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമത്, യേശുക്രിസ്തുവിൻ്റെ സന്തത സഹചാരികളായിരുന്നു ശിഷ്യന്മാർ. അവൻ്റെ കൂടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുകൊണ്ടവരായിരുന്നെങ്കിൽ പോലും ഈ ഒരു വേളയിൽ അവൻ ഈ ബാലയുടെ സമീപത്തെത്തിയപ്പോൾ
അവരെ പരിഹസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ നോമ്പ് ദിനങ്ങളിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ വിശ്വാസം എപ്രകാരമുള്ളതാണ്. നമ്മുടെ വിശ്വാസം ആരെങ്കിലാണ് നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടിയാണോ നാം വിശ്വസിക്കുന്നതെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കെല്ലാം വിവിധങ്ങളായിട്ടുള്ള കഴിവും താലന്തുകളുമാണ് നമ്മുടെ ദൈവം തന്നിട്ടുള്ളത്. അവയെല്ലാം ദൈവത്തിന് വേണ്ടിയും ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടിയുമാണോ നമ്മൾ ഓരോരുത്തരെയും പ്രയോജനപ്പെടുത്തുന്നതെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒട്ടും താമസിച്ചിട്ടില്ല പ്രിയമുള്ളവരെ. നമുക്ക് കിട്ടിയ ജീവിതം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയും രാജ്യ മഹത്വത്തിന് വേണ്ടിയും പ്രയോജനപ്പെടുത്തുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നും ഈ നോമ്പ് ദിനങ്ങളിൽ നമ്മളതിനെ പ്രാപ്തരാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.